തൃശൂരിലെ 500 കോടിയുടെ ഇറിഡിയം തട്ടിപ്പ് കേസിൽ വഴിത്തിരിവായി പുതിയ പരാതി. തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ഹരിദാസ് പാപ്പുള്ളിയുടെ ഡ്രൈവറാണ് പരാതി നൽകിയത്. തന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ ഹരിദാസ് തട്ടിയതായി മുൻ ഡ്രൈവർ അനീഷ് കുമാറിന്റെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ശ്യാംപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇറിഡിയം തട്ടിപ്പ് കോടികളുടേതാണ്, അതിലൊരു വഴിത്തിരിവാകുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരികയാണ്. ശ്യാംപ്രസാദ് ഉത്തമൻ, എന്തെല്ലാം വിശദാംശങ്ങൾ? മാസ്റ്റർ, അതായത് ഈ 500 കോടിയുടെ ഇറിഡിയം തട്ടിപ്പ് മാതൃഭൂമി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതിൽ പ്രധാനിയാണ് ഈ ഹരിദാസ്. ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനി ഈ ഹരിദാസിൻ്റെ ഡ്രൈവറാണ്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഹരിദാസിനെതിരെ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്. 4 ഗഡുക്കളായി ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ പണം നൽകി എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 1 ലക്ഷം രൂപ നൽകിയാൽ 1 കോടി രൂപ നൽകാം എന്ന് വാഗ്ദാനം നൽകിയായിരുന്നു ഈ പണം വാങ്ങിയത്. അത് 4 ഗഡുക്കളായി 10 ലക്ഷം രൂപയാണ് ഈ അനീഷിൽ നിന്ന് തട്ടിയെടുത്തത്. ഈ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിക്കാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഇറിഡിയം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. മാപ്രാണ സ്വദേശി മനോജാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയത്. ആദ്യഘട്ടത്തിൽ ഇറിഡിയം തട്ടിപ്പ് എന്ന രീതിയിലല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ തട്ടിപ്പ് എന്ന് പറയുന്നത് ഈ വിവിധ അക്കൗണ്ടുകളായിട്ട് മരിച്ച ആളുകളുടെ അക്കൗണ്ടുകൾ റിസർവ് ബാങ്കിൽ പണമായി കിടപ്പുണ്ട്. ആ പണം ഇത്തരത്തിലൊരു ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിലേക്ക് വരും. ആ പണം നിങ്ങൾക്ക് നൽകാം എന്ന തരത്തിൽ രീതിയിലായിരുന്നു പ്രചരണം. പിന്നീടാണ് ഇത് ഇറിഡിയം വാങ്ങാൻ അതിലേക്ക് നൽകി എന്ന് പറയുകയും തുടർന്ന് ഈ ഇറിഡിയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് RBIയുടെ അടക്കമുള്ള രേഖകൾ, വ്യാജരേഖകൾ കാണിച്ച് ഈ ഇത്തരത്തിലുള്ള ആളുകളെ വിശ്വസിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ വാർത്തകൾ പുറത്തു വന്നതോടുകൂടിയാണ് കൂടുതൽ പരാതികൾ ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഈ ഹരിദാസിന്റെ വിവരങ്ങൾ നൽകുന്നത്.